PM ശ്രീയെ ചൊല്ലി LDFിൽ പൊട്ടിത്തെറി. CPIക്ക് ശിവൻകുട്ടിയുടെ താക്കീത്. മറുപടിയുമായി ബിനോയ് വിശ്വവും. കരാറിൽ നിന്ന് പിന്മാറുന്നതായി സംസ്ഥാനം കത്തയച്ചതോടെ PM ശ്രീയെ ചൊല്ലി LDFിലുണ്ടായ എല്ലാ തർക്കങ്ങളും അവസാനിച്ചുവെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഒന്നും അവസാനിച്ചിട്ടില്ല. എല്ലാം ആരംഭിക്കുന്നതേ ഉള്ളെന്ന് സൂചന നൽകുകയാണ് LDFിലെ പുതിയ പോര്. പരസ്പരം പഴിചാരിയും മറുപടി നൽകിയും മുന്നണിയിൽ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോരിന് തയ്യാറെടുക്കുകയാണ്. CPIക്കെതിരെ വി ശിവൻകുട്ടി രംഗത്തെത്തിയതോടെയാണ് പ്രശ്നം ഗുരുതരമായത്. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാനം കേന്ദ്രത്തിന് കത്തയച്ചതിന് പിന്നാലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ പ്രതികരണത്തിലായിരുന്നു ശിവൻകുട്ടി പ്രതികരിച്ചത്. കത്തയച്ചത് LDF രാഷ്ട്രീയത്തിന്റെ വിജയമാണെന്ന് ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന കണ്ടുവെന്നും കത്താരുടെയും വിജയത്തിന്റെയും പരാജയത്തിന്റെയും പ്രശ്നമല്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. വിഷയത്തിൽ ആരെങ്കിലും ഇടപെട്ടതുകൊണ്ട് ഒരു കൂട്ടരുടെ പരാജയവും മറ്റൊരു കൂട്ടരുടെ വിജയവുമായി വിശ്വസിക്കുന്നില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു. PM ശ്രീ അടഞ്ഞ അധ്യായമല്ല, മാറ്റിവെക്കുക മാത്രമാണ് ചെയ്തത്. ഇടത് രാഷ്ട്രീയം എങ്ങനെ നടപ്പാക്കണമെന്ന് ആരും പഠിപ്പിക്കേണ്ട. നയങ്ങളിൽ നിന്നും പിന്നോക്കം പോയത് ആരെന്ന് ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല. ഇടത് നയങ്ങളെപ്പറ്റി മറ്റു കേന്ദ്രങ്ങളിൽ നിന്നും പഠിക്കേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ലെന്നും വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു. ജവഹർലാൽ നെഹ്റു മകൾ ഇന്ദിരയ്ക്ക് അയച്ച കത്താണ് ലോകം മുഴുവനും ചർച്ച ചെയ്യുന്ന ഒരു കത്ത്. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണെന്ന നിലയിലും ചിലർ വിലയിരുത്തുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയം നന്നായി CPMന് അറിയാം. SSK ഫണ്ട് കേരളത്തിന്റെ അവകാശമാണ്, അത് ആരുടെയും ഔദാര്യമല്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. പിന്നാലെ തന്നെ വി ശിവൻകുട്ടിക്ക് മറുപടിയുമായി ബിനോയ് വിശ്വവും രംഗത്തെത്തി. PM ശ്രീയെ ജയപരാജയങ്ങളുടെ അളവുകോൽ വെച്ച് അളക്കുന്നില്ലെന്ന് ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വി ശിവൻകുട്ടി ഇത്രയും പ്രകോപിതനാകാൻ കാരണം അറിയില്ലെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകോപനം ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇക്കാര്യം എല്ലാവർക്കും ബോധ്യമുണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPIക്ക് രാഷ്ട്രീയ ബോധ്യമുണ്ട്. PM ശ്രീയെക്കുറിച്ച് ശിവൻകുട്ടിയെ പഠിപ്പിക്കാൻ ആളില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. RSSന്റെ വിദ്യാഭ്യാസ അജണ്ടയാണ് PM ശ്രീ. ഫണ്ട് കിട്ടാത്തതിന് ഉത്തരവാദിയല്ലേ എന്ന് പറയുന്ന ശിവൻകുട്ടിയോട് എന്തു പറയാനാണെന്നും ബിനോയ് വിശ്വം ചോദിച്ചു. PM ശ്രീയും SSKയും ഒന്നല്ല. SSK ഫണ്ടിന് കേരളത്തിന് അവകാശമുണ്ട്. SSK ഫണ്ട് തട്ടിത്തെറിപ്പിക്കാൻ കേന്ദ്രം ശ്രമിച്ചാൽ നിയമപരമായും രാഷ്ട്രീയമായും നേരിടണം. ജയപരാജയങ്ങളുടെ അളവുകോൽ വെച്ച് അളക്കുന്നില്ല. LDF ഐക്യത്തിന്റെയും ഐഡിയോളജിയുടെയും വിജയമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകോപനം ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്നും ഇക്കാര്യം എല്ലാവർക്കും ബോധ്യമുണ്ടാകണമെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ മുന്നണി. CPMും CPIയും തമ്മിൽ നേരത്തെയും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സംഘപരിവാർ രാഷ്ട്രീയം പറഞ്ഞുള്ള തർക്കം ആദ്യമാണ്. ഇതിലാകട്ടെ തൽക്കാലം CPI നേട്ടമുണ്ടാക്കുകയും ചെയ്തു എന്നതാണ് സത്യം.